Good morning. Today we have to discuss the difference between receipt and payment account and income and expenditure account. First point, receipt and payment account is a real account, but income and expenditure account is a nominal account. നമ്മൾ മനസ്സിലാക്കിയതാണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ട് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ട് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. സെക്കൻഡ് ഡിഫറൻസ്, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്, while income and expenditure account is like profit and loss account. Next difference, receipt and payment account is a summary of cash book, while income and expenditure account is like profit and loss account. For receipt and payment account ഒരു റിയൽ അക്കൗണ്ട് ആയിരുന്നു, അത് ക്യാഷ് ബുക്കിന്റെ ഒരു സമ്മറിയാണ്. നമുക്കറിയാം ക്യാഷ് ബുക്കിലുള്ള അതേ ഐറ്റംസ് റെസീറ്റും പേയ്മെന്റും ഒക്കെ ആയിട്ടാണ് നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരുന്നത്, ക്യാഷ് ബുക്ക് വരുന്ന പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കിന്റെ ഒരു സമ്മറിയാണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ്. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകവുമാണ് രേഖപ്പെടുത്തിയത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം, ഗെയിൻ, ഇതൊക്കെയാണ് രേഖപ്പെടുത്തിയത്. Then third one, debit side of receipt and payment account shows all receipts and credit side all payments, while income and expenditure account debit side records all expenses, while credit side records all ഇൻകംസ് ആൻഡ് ഗെയിൻസ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എല്ലാ റെസീറ്റുകളും രേഖപ്പെടുത്തുകയും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെന്റുകളും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിൽ ഇൻകവും ഗെയിനുമാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ അതാണ് മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത് വൺ, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക്. But income and expenditure account, there is no balance. Receipt and payment accountന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷിന്റെയോ ബാങ്കിന്റെയോ ഓപ്പണിംഗ് ബാലൻസ് വെച്ചുകൊണ്ടാണ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ക്യാഷിന്റെയോ ബാങ്കിന്റെയോ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഒരു ബാലൻസും കാണിക്കുന്നില്ല, ബാലൻസ് ഒന്നും കാണിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. Then next difference, receipt and payment account records all receipts and payments of previous year, current year and succeeding year, while income and expenditure account records income and expense of current year only. Receipt and payment account records all receipts and payments of previous year, current year and future year or succeeding year, while income and expenditure account records only expenses and income of current year. ഇപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടുകൾ റെക്കോർഡ് ചെയ്യുന്നത് എല്ലാ റെസീറ്റുകളും, മുൻ വർഷത്തെ റെസീറ്റുകൾ, ഈ വർഷത്തെ റെസീറ്റുകൾ, വരുന്ന വർഷത്തെ റെസീറ്റുകൾ, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടുകൾ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് എല്ലാ ഇൻകവും എല്ലാ എക്സ്പെൻസും ഏത് വർഷത്തെ മാത്രം, കറന്റ് ഇയറിലെ ഇൻകവും കറന്റ് ഇയറിലെ എക്സ്പെൻസുകളും മാത്രമാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തതായി നമുക്ക് ചില പ്രത്യേക ഐറ്റംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ ഐറ്റമാണ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് കുറേ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ഒരു പർട്ടിക്കുലേഴ്സ് കോളം, 2 എമൗണ്ട് കോളങ്ങളാണ് വരയ്ക്കേണ്ടത്. ഒരു പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം 2. അതിൽ നമ്മൾ ആദ്യം എടുക്കേണ്ട ഐറ്റം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ.
subscription received during the year. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ആ എമൗണ്ട് നമ്മൾ ഔട്ടർ എമൗണ്ട് കോളത്തിലാണ് കാണിക്കേണ്ടത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഫോർ എക്സാമ്പിൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 2014, അതാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ തന്ന എമൗണ്ട് നമ്മൾ ഔട്ടർ എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട 2 ഐറ്റം ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഐറ്റം ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്, add subscription outstanding for the current year. Subscription outstanding for the current year or closing date. Subscription outstanding during the സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദി കറന്റ് ഇയർ ഓർ ക്ലോസിംഗ് ഡേറ്റ്. ആ എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദി കറന്റ് ഇയർ ഓർ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആണോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ വർഷത്തിന്റെ അവസാനം, ഫോർ എക്സാമ്പിൾ 1/1/2014 മുതൽ 31/12/2014 വരെയുള്ള സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞെടുക്കുമ്പോൾ 31/12/2014 ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുള്ളത്, ഡ്യൂ ആയിരുന്നു പക്ഷെ കിട്ടിയിട്ടില്ല, അത് കിട്ടാനുള്ളതാണ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ആ ഐറ്റം നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇതാണ് ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റം. രണ്ടാമത്തത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദി പ്രീവിയസ് ഇയർ or opening date. Subscription received in advance in the previous year or opening date. ആ എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ തന്നെ എഴുതുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദി പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയത്. ഫോർ എക്സാമ്പിൾ നമ്മൾ 2014 ഡിസംബർ 31 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരക്കുന്നതെങ്കിൽ 2013 നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ 2013 അഡ്വാൻസ് ആയിട്ട് കിട്ടിയതിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദി പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റ് 1/1/2014 നമ്മൾ ഓപ്പണിംഗ് ഡേറ്റ്. 1/1/2014 അഡ്വാൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം കിട്ടിയ അഡ്വാൻസ് ആണ്. കഴിഞ്ഞ കൊല്ലം അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിയതാണ്. അതാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദി പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് തരുന്ന എമൗണ്ടുകൾ ഇന്നർ കോളത്തിൽ എഴുതി ഇത് രണ്ടും ആഡ് ചെയ്യാം. ഈ രണ്ടും എമൗണ്ട് ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. എന്നിട്ട് നേരത്തെ എഴുതിയ ഈ എമൗണ്ട് കൂടി ആഡ് ചെയ്തിട്ട് താഴെ എഴുതുക. ടോട്ടൽ ഇത് താഴെ എഴുതി. അണ്ടർലൈൻ ഒന്നും കൊടുക്കാനായില്ല. ഇതിൽ നിന്ന് ചില ഐറ്റംസ് നമ്മൾ ലെസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 ഐറ്റംസ് ലെസ് ചെയ്യാനുണ്ട്. അതിലൊന്ന് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് for the previous year or opening date. Subscription outstanding for the previous year or opening date എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം. അപ്പൊ കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടാനുള്ളതായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഈ വർഷത്തെ ഈ സബ്സ്ക്രിപ്ഷന്റെ കൂടെ കിട്ടിയ സബ്സ്ക്രിപ്ഷന്റെ കൂടെ അതിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ടായതായിരുന്നു, അത് കഴിഞ്ഞ വർഷം നമ്മൾ അത് ആഡ് ചെയ്തിട്ടുണ്ടാവും. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ കഴിഞ്ഞ വർഷം ആഡ് ചെയ്തിട്ടുണ്ടാവും. ആ എമൗണ്ട് നമുക്ക് കിട്ടുക ചിലപ്പോൾ ഈ വർഷമായിരിക്കും. അപ്പൊ അങ്ങനെ ഈ കിട്ടിയ എമൗണ്ടിൽ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ലെസ് ചെയ്ത് കളയാം. അപ്പോൾ ആ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദി പ്രീവിയസ് ഇയർ, കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്ന എമൗണ്ട് ഈ കിട്ടിയ എമൗണ്ടിലുണ്ട്, അത് നമ്മൾ ലെസ് ചെയ്ത് കളയാം.
അടുത്തത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് in the current year or closing date. Current year or closing date. Subscription received in advance in the current year or closing date. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്കൊല്ലം അഡ്വാൻസ് ആയിട്ട് കിട്ടി. ഏത് കൊല്ലത്തതായിരിക്കും? വരുന്ന കൊല്ലത്തിൽ. ഭാവിയിലുള്ള ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇക്കൊല്ലം കിട്ടി. അത് ശരിക്കും ഈ കിട്ടിയ എമൗണ്ടിൽ ഉണ്ടാവും. അത് ഇക്കൊല്ലത്തെ അക്കൗണ്ടിൽ നമ്മൾ എടുക്കാൻ പാടില്ല. അത് വരുന്ന കൊല്ലത്തെ അക്കൗണ്ടിൽ എടുക്കേണ്ട ഐറ്റമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദി കറന്റ് ഇയർ എന്ന് പറഞ്ഞാൽ വരുന്ന വർഷത്തെ ഭാവിയിലുള്ള ഫ്യൂച്ചർ ഇയറിലെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്. അത് ഫ്യൂച്ചർ ഇയറിലായതുകൊണ്ട് അത് നമ്മൾ അടുത്ത വർഷത്തെ അക്കൗണ്ടിലാണ് എടുക്കേണ്ടത്. ഈ വർഷത്തെ അക്കൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ കണക്ക് തെറ്റിപ്പോവും. അതുകൊണ്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിൽ നിന്ന് ഈ ഐറ്റവും കൂടി ലെസ് ചെയ്ത് കളയണം. ഈ രണ്ട് ലെസ് ചെയ്യേണ്ട ഐറ്റവും നമ്മൾ ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. എന്നിട്ട് ഈ രണ്ട് ഐറ്റം ആഡ് ചെയ്ത് കിട്ടിയ ഈ എമൗണ്ട് ഇവിടെ കൂട്ടിയിട്ട് എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് ചെയ്യേണ്ടത്? ഇൻകം സൈഡിൽ കാണിക്കേണ്ടത് എമൗണ്ട് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എമൗണ്ട് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇത്രയാണ് സബ്സ്ക്രിപ്ഷന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നുകൂടി ആവർത്തിക്കാം. നമുക്ക് കിട്ടിയ ഈ വർഷം നമുക്ക് കിട്ടിയ സബ്സ്ക്രിപ്ഷൻ ഔട്ടർ കോളത്തിൽ എഴുതുന്നു. അതിൽ നിന്ന് അതിന്റെ കൂടെ രണ്ട് ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഒന്ന് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദി കറന്റ് ഇയർ അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടാനുള്ളതാണ്. ഈ കറന്റ് ഇയറിൽ അത് കിട്ടാനുള്ളത് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റ് കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ നമ്മൾ ആഡ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദി പ്രീവിയസ് ഇയർ ഓർ ഓപ്പണിംഗ് ഡേറ്റ്. അഡ്വാൻസ് ആയിട്ട് കഴിഞ്ഞ വർഷം കിട്ടിയതും നമ്മൾ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിൽ കിട്ടിയതും നമ്മൾ ആഡ് ചെയ്യുക. ഈ രണ്ട് എമൗണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ എഴുതി രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് താഴെ എഴുതുന്നു. ദെൻ അതിൽ നിന്ന് രണ്ട് ഐറ്റംസ് ലെസ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദി പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഉണ്ടായിരുന്ന എമൗണ്ട് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ലെസ് ചെയ്ത് കളയുക. അതുപോലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ വരുന്ന വർഷത്തെ സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ എഴുതി ഇതിൽ നിന്ന് ലെസ് ചെയ്യുക. ഇതിൽ നിന്ന് ലെസ് ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.